ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പെരുന്നാളൊക്കെ ആഘോഷിച്ച് എല്ലാവരും ടൂറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ, കാരണം കുട്ടികൾക്ക് സ്കൂളുകളൊക്കെ അടച്ചു. നോയമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും തിരക്കുകളൊക്കെ മാറി എല്ലാവരും വീടുകളിലൊക്കെ ടൂറൊക്കെ ആയിരിക്കും. പക്ഷേ വന്നു കഴിയുമ്പോഴേക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ഇനി തിരക്കുകളൊക്കെ ഇല്ലാതെ എല്ലാം ഫ്രീ ആയിട്ടുള്ളവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പൂക്കളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. നല്ല അടിപൊളി പ്ലാന്റ്സാണ് ഇത്. നമ്മുടെ ലേഡി സൈറ എന്ന് പറഞ്ഞ ഈ പ്ലാന്റിന് നമുക്ക് ന്യൂ സ്റ്റോക്കിൽ ഇത് മാത്രമേ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുള്ള പഴയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മളെല്ലാ വീഡിയോയിലും ഇതന്നെ പറയാറുണ്ട്. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രമേ ഒന്ന് വീഡിയോ കാണാവുള്ളൂ കേട്ടോ. മറക്കരുത് ആരും. അതാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് ചെടികൾ വാങ്ങുന്നുണ്ട്. ഒരുപാട് പേര് വീണ്ടും വാങ്ങുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഒരു തൃപ്തിയാണ്. ആടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴാണ് കൂടുതൽ തൃപ്തിയെ നോക്കിയിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സും ചെടി വാങ്ങുന്നത്. കാരണം ഒരുപാട് ചാനലുകളും ഒരുപാട് സെല്ലേഴ്സും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് അവർ 100% ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. നമ്മൾ മാക്സിമം ഒരു 95% നമ്മൾ 100% നമ്മൾ നന്നായിട്ട് കൊടുക്കാൻ നോക്കും. പിന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ പോരായ്മകൾ ഇങ്ങോട്ടും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചെടിയുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒന്ന് വിളിക്കാനോ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കാനോ ശ്രമിക്കണം. കാരണം ഈ ചില സമയത്ത് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല. മെസ്സേജ് നോക്കാനോ ചിലപ്പോൾ കോൾ വന്ന് എടുക്കാനോ ഒന്നും പറ്റാറില്ല. അപ്പോൾ 1-2 പ്രാവശ്യം എനിക്ക് അങ്ങനെ ചെറിയ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പ്ലാന്റ് ഒരെണ്ണം വെക്കാൻ മറന്നുപോയിട്ട് അത് അവർ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ നോക്കിയില്ല. കാരണം കുറേ മെസ്സേജുകൾ മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് കണ്ടില്ല. പിന്നീട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള 1-2 കയ്യിൽ നിന്ന് പോയ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ക്ഷമയോടുകൂടി ഒന്നും കൂടി ഒന്ന് വിളിക്കാനൊന്ന് ശ്രമിക്കണം കേട്ടോ. നമ്മൾ മാക്സിമം മിസ്റ്റേക്കൊന്നും വരാതെ തന്നെ എത്തിക്കാൻ നോക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല പ്ലാന്റ് കൊടുക്കണമെന്ന് ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങളൊരു പ്ലാന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 280 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്ലാന്റും 1000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്ലാന്റും നമ്മൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും, ID സെയിം ആണെങ്കിൽ കൂടി. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ 100% ഓക്കെ ആണെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. 1-2 കമൻറ്റുകൾ എനിക്ക് വാട്സപ്പിൽ വന്നു. അയ്യോ 250 രൂപയ്ക്ക് ഇത്ര ചെറിയ പ്ലാന്റ് ആയിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് പറയുന്നത്. നിങ്ങൾ 100% തൃപ്തിയാണെങ്കിൽ മാത്രം പ്ലാന്റ് പർച്ചേസ് ചെയ്യുക. നമ്മൾ ഒരാളെയും ഇതുവരെ ബോധപൂർവം പൈസ വാങ്ങിയിട്ട് പറ്റിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മുടെ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമേഴ്സൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ബൈ ചാൻസിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് സക്കൂറ തന്നെ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന 1500-നാണ്. വലിയൊരു സക്കൂറ പ്ലാന്റ്. ഇത് ചട്ടി നിറഞ്ഞ് ബുഷായി വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് മാറും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് പ്രൈസ്. അപ്പോൾ 500-ന് വിൽക്കുന്നവരും 1000-ന് വിൽക്കുന്നതും 3000-ന് വിൽക്കുന്നതും സെയിം ID ആണെങ്കിലും സൈസ് ഡിഫറൻ്റ് ആവും. അപ്പോൾ 250 രൂപയ്ക്ക് എനിക്കൊരു കുഞ്ഞ് പ്ലാന്റ് തന്നു. അത് എനിക്ക് 1-2 പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതാണ്, നമ്മൾ തരുന്ന പ്രൈസിനനുസരിച്ച് പ്രത്യേകിച്ച് റെയർ പ്ലാന്റുകളുടെ സൈസ് ചെറുതായിരിക്കും. 250 രൂപയ്ക്ക് ഒരിക്കലും സക്കൂറയുടെ ഇത്ര വലിയ പ്ലാന്റ് സെയിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അതുപോലെ നമുക്ക് ഇത്രയും വലിയ ലേഡീസ് ഹെയറുടെ ഒരു പ്ലാന്റ് കൊണ്ട് 250 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് കിട്ടാറുമില്ല. നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതല്ലല്ലോ. നമ്മൾ മിക്കവാറും പ്ലാന്റ്സുകളെല്ലാം നമ്മൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നമ്മൾ പ്ലാന്റിൻ്റെ പ്രൈസ് അനുസരിച്ചിട്ട് സൈസും ഡിഫറൻ്റ് ആകും. പിന്നെ നമ്മുടെ കുറഞ്ഞ വെറൈറ്റീസ് ചില്ലി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 300 രൂപയ്ക്കൊക്കെ ആണെങ്കിലും വലിയ പ്ലാന്റ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടാക്കുന്ന നമ്മൾ പ്ലാന്റാണ്. നമ്മൾ നാട്ടിൽ തന്നെ റീസെൻ്റ് നമുക്ക് ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്. റെയർ പ്ലാന്റ്സിന് പർച്ചേസിങ് കോസ്റ്റും വലുതാണ്. അതുകൊണ്ട് തന്നെ സെയിൽ ചെയ്യുമ്പോഴും അതിനകത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ടാകും കേട്ടോ. പിന്നെ പ്രൈസ് പറയാത്തത് എന്താണെന്ന് പലരും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് പ്രൈസ് പറഞ്ഞാൽ എന്ത് ചെയ്യും?
എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പ്രൈസ് പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരുപാട് വാങ്ങുന്ന ഇപ്പോൾ 5ഉം 6ഉം ഒക്കെ പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഒരു പ്രൈസ് പറഞ്ഞാൽ അത് തന്നെ ആളുകളുടെ മനസ്സിൽ അത് തന്നെ വിചാരിക്കും ഈ ഒരു പ്ലാന്റിന് ഈ സെയിം പ്രൈസാണ് എന്ന്. അങ്ങനെയല്ല, നമ്മൾ ഒരു പ്ലാന്റ് വാങ്ങുന്നവർക്കും ഇപ്പോൾ വീഡിയോ കണ്ടിട്ടാണെങ്കിലും അല്ലാതെയും വന്ന് 5ഉം 10ഉം പ്ലാന്റും വാങ്ങുന്നവർക്കൊക്കെ അത്യാവശ്യം നമ്മൾ റേറ്റ് നല്ല ഡിഫറൻറ്റ് ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് ഒരുപാട് പർച്ചേസ് ചെയ്യുന്നവർക്കും ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും റേറ്റ് പറയാത്തത്. പിന്നെ നമ്മളെക്കാളും കൂടുതൽ വിലയ്ക്ക് കൊടുക്കുന്നവരുണ്ടാവും, കുറച്ച് കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു മാർക്കറ്റിങ്ങിന് ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് വീഡിയോസിൽ ചില റെയർ പ്ലാന്റ്സുകളുടെ റേറ്റ് പറയാത്തത്. പകരം നമ്മൾ നോർമലി എല്ലാവരും കൊടുക്കുന്ന പ്ലാന്റുകളുടെ റേറ്റൊക്കെ നമ്മൾ പറയാറും ഉണ്ട്. അത് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ചില കമൻസുകൾ എനിക്ക് പേഴ്സണലി വരാണ്ട് പ്രൈസ് കൂടി പറഞ്ഞാൽ എന്തിയെ ചേച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ റെയർ പ്ലാന്റ്സിൻ്റെ കുറച്ചിൻ്റെ പ്രൈസ് പറയാത്തതും അതുകൊണ്ടാണ്. കാരണം മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പറ്റീഷൻ നമ്മൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാങ്ങുന്നവർക്കും അറിയാം, വിൽക്കുന്നവർക്കും അറിയാം. ആ ഒരു ക്ലാഷ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ റേറ്റ് റെയറിൻ്റെ പറയാത്ത കേട്ടോ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് നോക്കി ചെയ്താൽ നമ്മൾ അപ്പം തന്നെ നിങ്ങൾക്ക് റേറ്റ് ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാണ്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കിയേ, സ്വീറ്റ് ഹേർട്ട് എന്ന് പറയുന്ന നല്ല അടിപൊളി ഒരു വെറൈറ്റി പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. നമ്മൾ ഓഫറിൽ നമ്മൾ 650 കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ 500 രൂപയാക്കിയിട്ടുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റ്. അതുപോലെ റൂബി റെഡിന് നല്ല അടിപൊളി പൂത്ത് നിൽക്കുന്ന നല്ല വലിയ പ്ലാന്റുകൾ നമുക്കുണ്ട്. റൂബി റെഡിൻ്റെ നമ്മൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ഇതിപ്പോൾ നമുക്കിപ്പോൾ സോൾഡ് ഔട്ടായി ജസ്റ്റ്. പക്ഷേ ഇതുപോലെ നല്ല വലിയ പ്ലാന്റുകളാണ് നമുക്കുള്ള റൂബി റെഡിൻ്റെ. 500 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിതെല്ലാം എന്താണ് ഓഫർ പ്രൈസിന് ഇട്ടേക്കാണ്. നോക്കുക, ഇനി വളരാൻ വേണ്ടി കാത്തിരിക്കേണ്ട, വളർന്ന വലിയ പ്ലാന്റാണ് റൂബി റെഡിൻ്റെയൊക്കെ നമ്മുടെ കയ്യിലുള്ള കേട്ടോ. ഇനി നമുക്കുള്ള മറ്റൊരു പ്ലാന്റാണ് ബ്ലൂബെറി ഐസ്. ഇത് ചൈനീസ് ബ്ലൂബെറി ഐസാണ്. ബ്ലൂബെറി ഐസ് തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 250 രൂപയുടെ ബ്ലൂബെറി ഐസ് ഉണ്ട്. അത് എന്താണ് ഹാങ്ങിങ് പോട്ടിലൊക്കെ മിക്കവാറും വരുന്നത് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാകും. അത് വലിയ ലീഫും വലിയ പൂക്കളും പർപ്പിൾ കളർ ഇത്തിരി കുറവാണ്. ഇതൊട്ടും ഉള്ളില്ലാത്ത ഇതൊരു റെയർ ബ്ലൂബെറി ഐസിൻ്റെ ചൈനീസ് ബ്ലൂബെറി ഐസാണ്. കുഞ്ഞ് ലീഫും കുഞ്ഞു പൂക്കളും, പൂക്കൾക്ക് ഡാർക്ക് പർപ്പിൾ കളറുമാണ് കേട്ടോ. നല്ല കട്ട പർപ്പിൾ കളറാണ്. ഇതിൻ്റെ വലിയ മദർ പ്ലാന്റ് നമ്മൾ 1-2 പ്രാവശ്യം സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മുടെ സോൾഡ് ഔട്ട് ആയി. അപ്പം തന്നെ ഇത് അതിൻ്റെ ഒരു കുറച്ച് തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ കസ്റ്റമർ ഇപ്പോൾ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി 2-3 പ്ലാന്റ്സും കൂടെ നമ്മളെ അല്പം പോലും ഉള്ളില്ലാത്ത ചെറിയ പൂക്കളും ചെറിയ ഇലകളോടും കൂടിയ ഡാർക്ക് പർപ്പിൾ ആയിട്ടുള്ള ചൈനീസ് ബ്ലൂബെറി ഐസിൻ്റെ പ്ലാന്റാണ് ഇത് കേട്ടോ. ഇനി വീഡിയോയിൽ എന്താണ് റേറ്റ് പറയാത്തതെന്ന് കഴിഞ്ഞ ദിവസം കമൻ്റ് ഇട്ടുണ്ടായിരുന്നു ലേഡീസ് ഐറ. ലേഡീസ് ഐറയുടെ വലിയ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് ലേഡീസ് ഐറയുടെ ഒരു മീഡിയം സൈസ് നല്ല പ്ലാന്റുകൾ നമ്മൾ സെയിലുണ്ട്. ഇനി 1000 രൂപയ്ക്കാണ് നമ്മൾ ആ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ. ലേഡീസ് ഐറയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മുടെ വലിയ പ്ലാന്റ് നമ്മൾ ഓൾറെഡി എല്ലാം സോൾഡായി. വീഡിയോ കുറച്ച് ഓടിപ്പോകുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, സ്ഥലം നമുക്ക് കുറവാണ്. അപ്പം നമുക്ക് നിങ്ങളെ ചെടികൾ എടുത്ത് കാണിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും ചെടികൾ കാണിക്കുന്നത്. അതുകൊണ്ട് കയ്യിൽ ചെടി എടുത്തുകൊണ്ട് സ്പേസുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ചിലപ്പോൾ വീഡിയോ ഓടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുക കേട്ടോ. നോക്കുക, ലേഡീസ് ഐറയുടെ ഈ ഒരു സൈസ് പ്ലാന്റ് 1000 രൂപയ്ക്ക്. ഇത് നല്ല അടിപൊളി പ്ലാന്റാണ്, അടിപൊളി സൈസാണ്. 1000 രൂപയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പ്ലാന്റ് അല്ല, 8 ഇഞ്ച് പോട്ടിലുള്ള അത്യാവശ്യം വലിയ ചെടി തന്നെയാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് മഹാറാണിയുടെ 1-2 പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ ഞാൻ അധികം ഒന്നും പറഞ്ഞു പോകാത്തൊരു പ്ലാന്റാണ് ബ്രിസ വൈറ്റ്. ബ്രിസ വൈറ്റിൻ്റെ റെഫറൻസ് പിക്ക് എൻ്റെ കയ്യിലില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്രിസയിലെ ഏറ്റവും റെയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ബ്രിസ വൈറ്റ്. കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഓൺ റൂട്ട് നല്ല അടിപൊളി വെരി വെരി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം റെയറായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഓൺ റൂട്ട് പ്ലാന്റ് കൂടിയാണെന്നും കൂടി നിങ്ങൾ ഓർക്കുക. ബ്രിസയുടെ വൈറ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ ഉള്ള പ്ലാന്റാണ് ഹവായി വൈറ്റ്. ഹവായി വൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ
550 രൂപയൊക്കെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. നമ്മളിപ്പോൾ 450 രൂപയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ റേറ്റ് താത്തി ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ചില്ലി ഐറ്റംസ് എല്ലാം ഉണ്ട്, 300 രൂപയാണ്. ഇനി പ്രത്യേകം എടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് വീഡിയോ ലെങ്തായി പോയാലും നിങ്ങൾക്ക് മടുപ്പായി പോകുന്നതുകൊണ്ട് എന്താണ് ചില്ലി ഐറ്റംസ് എല്ലാം 300 രൂപ. അടർണയുടെ പ്ലാന്റ് ഉണ്ട് 1000 രൂപ. നല്ല അടിപൊളി സൈസാണ് കേട്ടോ അടർണ. പിന്നെ ട്വിസ്റ്റഡ് റെഡിൻ്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ടോങ്ലോങ്ങിൻ്റെ യെല്ലോയും റെഡും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ മിസ് വേൾഡ്, ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള പർപ്പിൾ സ്റ്റാർ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. ഹവായിയുടെ പോലെയൊക്കെ തോന്നും, പക്ഷേ കറക്റ്റ് ഹവായി അല്ല. പർപ്പിൾ സ്റ്റാർ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഹവായി പർപ്പിൾ അല്ല, ഹവായിയുടെ ആ ഒരു സൈസ് പ്ലാന്റ് അല്ല, പർപ്പിൾ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ. മദർ പ്ലാന്റ് കണ്ടല്ലോ അല്ലേ. അപ്പോൾ ചിത്രയുടെ വെറൈറ്റീസ് പ്ലാന്റ് ഉണ്ട്. മിസ് വേൾഡ് പ്ലാന്റ്, അടർണ, മഹാറാണി, സൂഫിയ, എല്ലാ ടൈപ്പ് വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കുഞ്ഞിതല്ല, ഈ വലിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല ഹെൽത്തി കമൻറ്റുകളും എല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും നിങ്ങൾ ഇടാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.